ധാരാളം. എവിടുന്നാ വരുന്നേ? ഞങ്ങൾ തൃശ്ശൂരുകാരന്നെ. അല്ലല്ലോ, അല്ല, എത്ര സമയം വരെ ഇവിടെ ഉണ്ടാവും? ഞങ്ങൾ വൈകുന്നേരം വരെ ഉണ്ടാവും. വൈകുന്നേരം പൂരൊക്കെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. വൈകുന്നേരം പൂരം കഴിഞ്ഞേ പോകത്തുള്ളൂ. അപ്പൊ എലഞ്ഞിത്തറ മേളത്തിനും കുടമാറ്റവും കഴിഞ്ഞേ വീട്ടിൽ പോകുന്നുള്ളൂ. അതെ. സാധാരണ പൂരം എന്ന് പറയുന്ന സമയത്ത് ആണുങ്ങളുടെ ഉത്സവമാണ് എന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ ഒക്കെ മാറി. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ആണും പെണ്ണും പുരുഷനും സ്ത്രീയും കുട്ടികളും എല്ലാവരും വരും. അതെ 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 മൊത്തത്തിലൊരു വൈബ. അതെ അതെ അതെ. സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ടോ മറ്റു സ്ഥലങ്ങളിൽ? അതാ സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളായിട്ട് ഞാൻ മുളകുന്നത്താവ്, കൊടകര, ഇരിഞ്ഞാലക്കുട, ജാർഖണ്ഡ്. ജാർഖണ്ഡിൽ വരിക സാർ. ഫസ്റ്റ് ടൈം പറഞ്ഞിട്ട് പ്രലോഭിപ്പിച്ചിട്ട് വരുന്നതാണ്. ഇവിടെ വന്നപ്പോ എന്ത് തോന്നി? വളരെ സന്തോഷമായി. വന്നില്ലാരും എനിക്ക് നഷ്ടമായേനെ. ഇനി വലിയ കാഴ്ച കാണാൻ പോകുന്നേ ഉള്ളൂ അല്ലേ? ഇനി ഇവര് നമ്മൾ സർപ്രൈസ് കൊടുക്കുന്നത് എന്താ? കുടമാറ്റമാണോ അതോ ഇലഞ്ഞിത്തറ മേളമാണോ ചെമ്പടയാണോ? വെടിക്കെട്ട്. രാവിലെ 3 മണിക്ക് എന്തായാലും ഉറക്കം വേണ്ടിയിട്ട് വെടിക്കെട്ട് കാണും അല്ലേ? അപ്പൊ പൂരത്തിന്റെ വിശേഷങ്ങളുണ്ട്, പൂര വാർത്തകളുണ്ട്. അപ്പൊ പൂരത്തിന്റെ കാഴ്ചയൊക്കെ കാണാൻ വന്നതാ. എപ്പോഴും ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ജാർഖണ്ഡിലേക്ക്? ഞങ്ങള് നെക്സ്റ്റ് മന്ത് പോകും. ഓക്കെ. അപ്പൊ പൂരത്തിന്റെ കാഴ്ചകളൊക്കെ ആയിട്ട് വന്നേക്കുക. നിങ്ങളിവിടെ തൊട്ടടുത്തുള്ളവരാണ് അല്ലേ? അബുദാബിന്ന് വന്നു പൂരം കാണാൻ വേണ്ടി വന്നാണോ? പൂരം കാണാൻ വേണ്ടി അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് വന്നേക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ നല്ല മഴയാന്ന് പറഞ്ഞിട്ട് മഴയുടെ പൂരം ഇല്ല, വിഷുവിന് വന്ന കാര്യം കൊണ്ട് അത് മിസ്സായി പോയി പൂരം. പക്ഷെ ഇവിടെ വരാൻ പോകുന്നത് ഒരു ഗംഭീര മഴയാ അല്ലെ? വാദ്യമേളങ്ങളുടെ പെരുമഴ വരാൻ അല്ലേ? മൊത്തത്തിൽ ഹാപ്പിയാണ്, വൈബാണ്, അടിപൊളിയാണ്. അത്രേ ഉള്ളൂ. അപ്പൊ പൂരത്തിന്റെ ലഹരിയിലാണ്. അപ്പൊ നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. നമുക്ക് തിരഞ്ഞെടുപ്പ് പൂരത്തിന്റെ വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തുന്നു. പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ, ഇന്ന് ഇരട്ടപ്പൂരത്തിന്റെ ദിനമാണ്. 1 തൃശ്ശൂരിലെ പൂരം, 2 ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പൂരം. 102 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പൂരവും ഇന്ന് നടക്കുകയാണ്. 39 മണ്ഡലങ്ങളിൽ തമിഴ്നാട്ടിൽ ജനവിധി തേടുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും കനത്ത പോളിംഗ് കാണുന്നില്ല.